വെൽക്കം ബാക്ക് അവർ സുവോളജി ക്ലാസ്. അപ്പം നമ്മുടെ ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റർ എന്നുള്ളത് ന്യൂറൽ സിസ്റ്റത്തെ കുറിച്ചാണ്, അതായത് മനുഷ്യനിലെ നാഡീവ്യവസ്ഥയെ കുറിച്ചാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ന്യൂറോണിനെ കുറിച്ച് പഠിച്ചു. ന്യൂറോൺ എന്തായിരുന്നു? അതായത് ഒരു ന്യൂറൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത് ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹ്യൂമൻ ബ്രെയിൻ. അതായത് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ പ്രധാന ഒരു ഓർഗനാണ് എന്ത് ബ്രെയിൻ അല്ലേ. ദ ബ്രെയിൻ ഈസ് ദ സെൻട്രൽ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഓർഗൻ ഓഫ് അവർ ബോഡി. അതായത് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിവര വിശകലന അവയവമാണ് എന്ത് നമ്മുടെ ബ്രെയിൻ എന്നുള്ളത്. ബ്രെയിൻ ആക്ട് ആസ് ദി കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ബ്രെയിന് നമ്മുടെ ശരീരത്തിലെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ്. അതായത് ഒരു നിർദ്ദേശ നിയന്ത്രണ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ് എന്ത് ബ്രെയിൻ എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ, ഇറ്റ് കൺട്രോൾസ് ദ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. എന്താണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഐച്ഛിക ചലനങ്ങൾ അല്ലേ. ഐച്ഛിക ചലനങ്ങളാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് ഓഫ് ദി ബോഡി. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ദി ബാലൻസ് ഓഫ് ദി ബോഡി. അതായത് ശരീര തുലന നില, ബാലൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിനിൻ്റെ അടുത്ത ഫങ്ഷൻ എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫങ്ഷനിങ് ഓഫ് വൈറ്റൽ ഇൻവോളണ്ടറി ഓർഗാൻസ്. എക്സാമ്പിൾ ലങ്സ്, ഹാർട്ട്, കിഡ്നീസ് എക്സെട്ര. അതായത് അനൈച്ഛിക അവയവങ്ങൾ. അനൈച്ഛിക അവയവം എന്ന് പറഞ്ഞാൽ എന്താണ്? അനൈച്ഛികം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനല്ലാതെ അല്ലേ. അതായത് ഐച്ഛികം പറഞ്ഞാൽ നമ്മുടെ കൈ മൂവ്മെൻറ്റ്, ഹാൻഡ് മൂവ്മെൻറ്റ്, അതുപോലെ നമ്മൾ നടത്തം, അതൊക്കെ എന്താണ്? ഐച്ഛിക മൂവ്മെൻ്റ് ആണ്. അനൈച്ഛികം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ, നമുക്കായിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. അതാണെന്ത് അനൈച്ഛിക മൂവ്മെൻറ്റ്. അപ്പോൾ അനൈച്ഛിക അവയവങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശം അല്ലേ, നമ്മുടെ ലങ്സ്, ഹാർട്ട്, കിഡ്നി, അതുപോലെയുള്ള ഓർഗാൻസ് ആണ് ഏത് നമ്മുടെ ഇൻവോളണ്ടറി ഓർഗാൻസ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ അനൈച്ഛിക അവയവങ്ങളുടെ പ്രവർത്തനം, അതിനൊക്കെ ഈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ തെർമോ റെഗുലേഷൻ, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. അതായത് നമ്മുടെ ശരീരത്തിലെ താപനിയന്ത്രണം, പിന്നെ വിശപ്പ്, ദാഹം എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ബ്രെയിനാണ്. പിന്നെ സിർക്കാഡിയൻ, ദാറ്റ് ഈസ് 24 hour റിതംസ് ഓഫ് അവർ ബോഡി. അതായത് 24 മണിക്കൂർ താളാത്മക പ്രവർത്തനങ്ങൾ. സിർക്കാഡിയൻ റിതംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താളാത്മക പ്രവർത്തനങ്ങൾ. ഓക്കെ, അതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്ടിവിറ്റീസ് ഓഫ് സെവറൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ? അന്തസ്രാവി ഗ്രന്ഥികളാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനം, ദെൻ ഹ്യൂമൻ ബിഹേവിയർ, അതായത് മനുഷ്യൻ്റെ സ്വഭാവം എന്നിവയൊക്കെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഹ്യൂമൻ ബ്രെയിൻ നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, പ്രോസസ്സിംഗ് ഓഫ് വിഷൻ, ഹിയറിംഗ്, സ്പീച്ച്, മെമ്മറി, ഇൻ്റലിജൻസ്, ഇമോഷൻസ് ആൻഡ് തോട്ട്. അതായത് ഇവ കൂടാതെ, മറ്റ് ഫങ്ഷൻസ് കൂടാതെ കാഴ്ച, കേൾവി, സംസാരം, ഓർമ്മ, ബുദ്ധി, അതുപോലെ തന്നെ ഇമോഷൻസ്, വികാരങ്ങൾ, തോട്ട്സ്, ചിന്തകൾ എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് എന്ത് നമ്മുടെ ഈ ഒരു ബ്രെയിൻ എന്നുള്ളത്. ഓക്കെ, ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് വെൽ പ്രൊട്ടക്റ്റഡ് ബൈ ദി സ്കൾ. സ്കൾ എന്താണ്? തലയോട്. ഓക്കെ, സ്കള് തലയോടാണ്. അപ്പോൾ ഹ്യൂമൻ ബ്രെയിന് തലയോടിനകത്താണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. Inside the skull, the brain is covered by cranial meninges consisting of 3 layers. അപ്പോൾ ഈ ഒരു തലയോടിൻ്റെ ഉള്ളിൽ 3 പാളികളുള്ള ക്രേനിയൽ മെനിഞ്ചസ്. ഓക്കെ, 3 പാളികളുള്ള ക്രേനിയൽ മെനിഞ്ചസ് എന്ന ആ ഒരു ആവരണം,
മസ്തിഷ്കത്തെ, ഈ ഒരു ബ്രെയിനിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അപ്പോൾ ബ്രെയിനിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആ ഒരു മെംബ്രെയിന് പറയുന്ന പേരെന്താണ്? മെനിഞ്ചസ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് 3 ലെയേഴ്സ്? പറഞ്ഞല്ലോ, തലയോടിൻ്റെ ഉള്ളിൽ, അതായത് സ്കള്ളിൻ്റെ ഉള്ളിൽ 3 ലെയേഴ്സ് ഉള്ള മെനിഞ്ചസ് എന്ന ആവരണം ബ്രെയിനിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആവരണം, അതായത് ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡ്യൂറാ മാറ്റർ. ഡ്യൂറാ മാറ്റർ ആണ് മെനിഞ്ചസിൻ്റെ ഔട്ടർ ലെയറിന് വിളിക്കുന്ന പേര്. ദെൻ അരാക്കനോയിഡ്. അരാക്കനോയിഡ് ആണ് എന്ത്? എ വെരി തിൻ മിഡിൽ ലെയർ. ഓക്കെ, ആ ഒരു തിൻ മിഡിൽ ലെയറിനെ വിളിക്കുന്നത്, അതായത് മെനിഞ്ചസിൻ്റെ മിഡിലായിട്ട് കാണപ്പെടുന്ന തിൻ ആയിട്ടുള്ള ലെയറാണ് എന്ത്? അരാക്കനോയിഡ്. ദെൻ നെക്സ്റ്റ് വൺ, ലാസ്റ്റ്, പിയ മാറ്റർ. പിയ മാറ്റർ എന്താണ്? ആൻ ഇന്നർ ലെയർ. ഓക്കെ, ഇന്നർ ലെയർ ആണ്, മെനിഞ്ചസിൻ്റെ ഇന്നർ ലെയർ ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് പിയ മാറ്റർ, വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബ്രെയിൻ ടിഷ്യൂ. അതായത് ഈ ഒരു പിയ മാറ്റർ ബ്രെയിൻ ടിഷ്യൂ, അതായത് മസ്തിഷ്ക കലകളോട് ചേർന്നിട്ടാണ് പിയ മാറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദ ബ്രെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 മേജർ പാർട്സ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻ ബ്രെയിൻ. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിനിനെ 3 പ്രധാന ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ തലൻ്റെ ഉള്ളിൽ, അതായത് തലയോടിൻ്റെ ഉള്ളിൽ ഉള്ള ബ്രെയിനിനെ 3 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. The brain can be divided into 3 major parts. The first one is forebrain, second one is midbrain, and third one is hindbrain. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ചിത്രം. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ ഭാഗങ്ങളാണ്? ഫോർ ബ്രെയിനിൽ പെടുന്നത് എന്തൊക്കെയാണ്? സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. ഇനി സെറിബ്രൽ ഹെമിസ്ഫിയർ, കോർപ്പസ് കലോസം, സെറിബ്രൽ അക്യുഡക്റ്റ്, ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ ഈ ഒരു മിഡ് ബ്രെയിനിൽ ഉൾപ്പെടുന്നതാണ് ബ്രെയിൻ സ്റ്റെം. പിന്നെ ഹിൻ ബ്രെയിനിൽ ഉൾപ്പെടുന്നത് പോൺസ്, സെറിബെല്ലം, മെഡുല്ല എന്നീ ഭാഗങ്ങളൊക്കെ ഹിൻ ബ്രെയിനിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, നമുക്ക് ഫോർ ബ്രെയിനിൽ ഉൾപ്പെടുന്ന സെറിബ്രം, തലാമസ് ഓർ ഹൈപ്പോ തലാമസ് എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബ്രെയിനിനെ 3 പ്രധാന ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്: ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹിൻ ബ്രെയിന്. അതിൽ ഫോർ ബ്രെയിനിൽ പെടുന്നത് സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. മിഡ് ബ്രെയിനിൽ ഉൾപ്പെടുന്നത് കോർപ്പോറ കോൺട്രിജെമിന, ക്രൂര സെറിബ്രൈ. ദെൻ ഹിൻ ബ്രെയിനിൽ ഉൾപ്പെടുന്നത് പോൺസ്, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ എവിടേക്കാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, കണ്ടെത്തി മനസ്സിലാക്കി വെക്കുക. ഇനി ബ്രെയിനിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ഫോർ ബ്രെയിൻ, അതിലെന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ദ ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. അതിൽ ഫോർ ബ്രെയിനിൽ ഉൾപ്പെട്ടിട്ടുള്ള സെറിബ്രത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാം. എന്താണ് സെറിബ്രം? സെറിബ്രം ഫോംസ് ദ മേജർ പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ. അതായത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അപ്പോൾ ബ്രെയിനിലുള്ള ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം. Okay, a deep cleft divides the cerebrum longitudinally into 2 halves, which termed as the left and right cerebral hemispheres. The hemispheres are connected by a tract of nerve fibers called corpus callosum. അപ്പോൾ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറഞ്ഞു. ഇനി ഒരു സെറിബ്രം ഒരു ക്ലഫ്റ്റ്, ഒരു വിടവിനാൽ ലെഫ്റ്റ് സെറിബ്രൽ, അതായത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെമിസ്ഫിയറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് എന്താണുള്ളത്? കോർപ്പസ് കലോസം എന്ന കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് അവിടെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സെറിബ്രം ഈസ് ദ സീറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ഇൻ്റലിജൻസ്. അതായത് സെറിബ്രം നമ്മുടെ മൈൻഡ്, അതുപോലെ ഇൻ്റലിജൻസ്, ബുദ്ധി എന്നിവയുടെ ആ ഒരു ഭാഗമാണ് എന്ത്? സെറിബ്രം എന്നുള്ളത്. ഓക്കെ,
ഇനി ഫോർ ബ്രെയിനിലെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദി തലാമസ്. തലാമസിന്റെ ബേസസിലാണ് ഈ ഒരു ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. അതായത് തലാമസിന്റെ ചുവട്ടിലായിട്ടാണ് ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. ദ ഹൈപ്പോതലാമസ് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് സെന്റേഴ്സ് വിച്ച് കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ, argue for eating and drinking. It also contains several groups of neurosecretory cells which secrete hormones called hypothalamic hormones. അതായത് മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് എവിടെയാണ്? തലാമസിന്റെ ബേസിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ ആ ഒരു ഫങ്ഷൻ എന്താണ്? ശരീര താപനില, അതുപോലെ വിശപ്പ്, ദാഹം തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ധാരാളം സെന്റേഴ്സ്, കേന്ദ്രങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഹൈപ്പോതലാമസിൽ കാണപ്പെടുന്നു. ഓക്കെ, ഇനി ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഏതൊക്കെയാണ്? റിലീസിങ് ഹോർമോൺ, അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ, അതായത് സൊമാറ്റോസ്റ്റാറ്റിൻ, ADH ഓർ ഓക്സിറ്റോസിൻ. ഇവയുടെയൊക്കെ ഈ ഒരു 3 ഹോർമോണുകളൊക്കെയാണ് എന്ത്? ഹൈപ്പോതലാമിക് ഹോർമോണുകൾ. ഓക്കെ, ഇപ്പോൾ ഫോർ ബ്രെയിനിലുള്ള സെറിബ്രം, ഹൈപ്പോതലാമസ് എന്നിവയെക്കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് മിഡ് ബ്രെയിൻ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ തലാമസ്, ഹൈപ്പോതലാമസ് ഓഫ് ദി ഫോർ ബ്രെയിൻ ആൻഡ് പോൺസ് ഓഫ് ദി ഹിൻ ബ്രെയിൻ. അതായത് നമ്മുടെ ഈ ഒരു ഫോർ ബ്രെയിനിലെ തലാമസിനും പിന്നെ അതുപോലെ തന്നെ ഹിൻ ബ്രെയിനിലുള്ള പോൺസിൻ്റെയും ഇടയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? മിഡ് ബ്രെയിന് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ കനാൽ കോൾഡ് സെറിബ്രൽ അക്യുഡക്ട് പാസസ് ത്രൂ ദി മിഡ് ബ്രെയിൻ. അതായത് ഈ ഒരു മിഡ് ബ്രെയിനിലൂടെ ഒരു സെറിബ്രൽ അക്വഡക്റ്റ് എന്നു പേരുള്ള ഒരു ചെറിയ കനാല് കടന്നു പോകുന്നുണ്ട്. The dorsal portion of the midbrain consists of mainly of 4 round swellings or lobes called corpora chondrigemina. അതായത് ഈ ഒരു മിഡ് ബ്രെയിനിൻ്റെ പുറം ഭാഗത്ത് ഒരു ഗോളാകൃതിയിലുള്ള 4 ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? കോർപ്പോറ കോൺട്രിജെമിന എന്ന് വിളിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു മിഡ് ബ്രെയിനിൻ്റെ പുറം ഭാഗത്ത് ഗോളാകൃതിയിലുള്ള, നിങ്ങൾ ബ്രെയിനിൻ്റെ പിക്ചർ മറിച്ച് വെച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗോളാകൃതിയിലുള്ള ഭാഗമുണ്ടല്ലോ, അതിന് വിളിക്കുന്ന പേരാണെന്ത്? കോർപ്പോറ കോൺട്രിജെമിന. ഓക്കെ, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻ ബ്രെയിൻ ഫോം എ ബ്രെയിൻ സ്റ്റെം. അതായത് നമ്മുടെ ഈ ഒരു മിഡ് ബ്രെയിനും ഹിൻ ബ്രെയിനും ചേർന്നിട്ട് എന്തായി മാറുന്നു? എന്ത് രൂപപ്പെടുന്നു? ബ്രെയിൻ സ്റ്റെം രൂപപ്പെടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മിഡ് ബ്രെയിനിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഹിൻ ബ്രെയിൻ. ഇറ്റ് കംപ്രൈസസ് പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല, ഓൾസോ കോൾഡ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പോൾ ഇതിൽ ഈ ഒരു ഹിൻ ബ്രെയിനിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? എന്തൊക്കെ ചേർന്നതാണ് ഹിൻ ബ്രെയിനും? പോൺസ്, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അതിൽ പോൺസ് എന്താണ്? ലാറ്റിൻ വേർഡിൽ അതിനെ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്സ് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദി ബ്രെയിൻ. അതായത് പോൺസ് എന്താണ്? നമ്മുടെ ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശങ്ങൾ ചേർന്നതാണ് എന്ത്? പോൺസ് എന്നുള്ളത്. ഇനി സെറിബെല്ലം. ഇറ്റ് ഹാസ് എ വെരി കോൺവല്യൂട്ടഡ് സർഫേസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ അഡീഷണൽ സ്പേസ് ഫോർ മെനി മോർ ന്യൂറോൺസ്. അതായത് സെറിബെല്ലത്തിൻ്റെ സർഫേസിൽ നമ്മൾ ആ ഒരു സെറിബെല്ലം ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറേ ചുളിവുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സെറിബെല്ലത്തിൻ്റെ സർഫേസിൽ ധാരാളം ചുളിവുകളുണ്ട്. കൂടുതൽ ഈ ഒരു ചുളിവ് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചുളിവുകൾ കാണപ്പെടുന്നത്. ഇറ്റ് കൺസേൺഡ് വിത്ത് മസ്കുലർ കോർഡിനേഷൻ, മെയിൻറ്റെയിൻ പോസ്ചർ, ഓറിയൻറ്റേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. സെറിബെല്ലാർ cortex is gray matter and medulla white matter.
ഇപ്പോൾ സെറിബെല്ലത്തിൻ്റെ ആ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്തിൻ്റെ കേന്ദ്രമാണ്? മസ്കുലാർ കോർഡിനേഷൻ, നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു കോർഡിനേഷന്, അതുപോലെ മെയിൻറ്റെയിൻ പോസ്റ്റർ, നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യിക്കുക. ദെൻ ഓറിയൻറ്റേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി, നമ്മുടെ ശരീര തുലന നില ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെഡുല. ദ മെഡുല്ല കണക്റ്റഡ് ടു സ്പൈനൽ കോഡ്, അതായത് മെഡുല്ലയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ്. എന്താണ് സ്പൈനൽ കോഡ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സുഷുമ്ന നാഡി. ഓക്കെ. The medulla contains centers which control respiration, cardiovascular reflexes, peristalsis, vomiting and gastric secretions. അതായത് ഈ ഒരു മെഡുല്ലയുടെ ഫങ്ഷൻ എന്താണ്? ശ്വസനം, ഹൃദയത്തിൽ നിന്നുള്ള റിഫ്ലക്സുകൾ, ആമാശയ രസങ്ങളുടെ ആ ഒരു സ്രവണം, അതായത് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളാണ് മെഡുല്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം മെഡുല്ല ഒബ്ലാങ്കേറ്റ ആക്സിഡൻറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഡുല്ല ഒബ്ലാങ്കേറ്റക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ബോധം പോകാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് മെഡുല്ലയുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോർ ബ്രെയിൻ കഴിഞ്ഞു, മിഡ് ബ്രെയിൻ കഴിഞ്ഞു, ഹിൻ ബ്രെയിനും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്പൈനൽ കോഡ്. എന്താണ് സ്പൈനൽ കോഡ്? നമുക്കറിയാം സുഷുമ്ന നാഡി അല്ലേ? സുഷുമ്ന നാഡിയെയാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് നെർവ്സ് ദാറ്റ് സ്ട്രെച്ച് ത്രൂ ഔട്ട് ദി ബോഡി. അതായത് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സുഷുമ്ന നാഡിയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സുഷുമ്ന നാഡി എന്നുള്ളത് ബ്രെയിനും അതുപോലെ നെർവ്സും തമ്മിലുള്ളൊരു കണക്ഷനാണ്, ഒരു ലിങ്കാണ്. സ്പൈനൽ കോഡ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദി ന്യൂറൽ കനാൽ ഓഫ് വെർട്ടിബ്രൽ കോളം. അപ്പോൾ എവിടെയാണ് ഈ സ്പൈനൽ കോഡ് ഉള്ളത്? നമ്മുടെ വെർട്ടിബ്രൽ കോളം, അതായത് നട്ടലിൻ്റെ ന്യൂറൽ കനാലിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്പൈനൽ കോഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദസ് വെർട്ടിബ്രൽ കോളം പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ്. അതുകൊണ്ട് നമ്മുടെ വെർട്ടിബ്രൽ കോളം ആണ് എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. The grey matter of spinal cord is inner part and the outer surface of spinal cord is white matter. അപ്പോൾ ഈ ഒരു സ്പൈനൽ കോഡിൻ്റെ ഇന്നർ പാർട്ട് ഗ്രേ മാറ്ററും ഔട്ടർ പാർട്ട് എന്താണ്? വൈറ്റ് മാറ്ററുമാണ്. ക്യാവിറ്റി ഓഫ് സ്പൈനൽ കോഡ് ഈസ് കോൾഡ് സെൻട്രൽ കനാൽ. അപ്പോൾ ഈ ഒരു സ്പൈനൽ കോഡിൻ്റെ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ കനാൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ. എന്താണ് റിഫ്ലക്സ് ആക്ഷൻ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഇൻവോളണ്ടറി റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു എ സ്റ്റിമുലേഷൻ വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് ബ്രെയിൻ. ഇതിന് മുന്നായിട്ട് എന്താണ് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ വളരെ ചൂടുള്ളതോ അല്ലെങ്കിൽ തണുത്തതോ പിന്നെ എന്തെങ്കിലും ബ്ലേഡോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ തൊടുമ്പോഴും പിന്നെ നമുക്ക് ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വിഷമുള്ളതോ ആയ ജന്തുക്കളെ ചവിട്ടുമ്പോഴും ശരീരഭാഗങ്ങൾ പെട്ടെന്ന് നമുക്ക് പിൻവലിക്കാനുള്ളൊരു അനുഭവം നമുക്കുണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെയാണ് എന്ത്? റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളത്. അതായത് അനൈച്ഛികമായിട്ട് നടക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു നാഡീയ ഉദ്ദീപനത്തോട് ബോധപൂർവമായ ഇടപെടലോ കൃത്യമായ ചിന്തയോ ഇല്ലാതെ അനൈച്ഛികമായി നടക്കുന്ന ഒരു പ്രതികരണ പ്രവർത്തനമാണ് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഇൻവോളണ്ടറി റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു എ സ്റ്റിമുലേഷൻ വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് ബ്രെയിൻ. അതായത് ബാഹ്യമായ ഒരു നാഡീയ ഉദ്ദീപനത്തോട് ബോധപൂർവമായ ഇടപെടലോ കൃത്യമായ ചിന്തയോ ഇല്ലാതെ ഇൻവോളണ്ടറി ആയി നടക്കുന്ന, അതായത് അനൈച്ഛികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനമാണ് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളത്. റിഫ്ലക്സ് ആക്ഷൻ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ്. അതായത് ഈ പ്രവർത്തനത്തിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനൊരു ഭാഗം ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് എന്തിൻ്റെ കൺട്രോളിലാണ് റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്നത്? നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ കൺട്രോളാണ് റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്നത്. റിഫ്ലക്സ് ആർക്ക് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂറോൺസ് ഇൻ ദ പാത്വേസ് ദാറ്റ് ഓൾവേസ് പാസ് ത്രൂ
സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇവിടെ CNS എന്നുള്ളത് എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം? കേന്ദ്ര നാഡി വ്യവസ്ഥ. Okay, reflex arc is the arrangement of neurons in the pathways that always pass through central nervous system. The reflex pathway comprises at least one afferent neuron or receptor and one efferent neuron or effector or exciter appropriately arranged in a series. അതായത് ഈ ഒരു റിഫ്ലക്സ് പ്രവർത്തനം എന്നുള്ളത് കേന്ദ്ര നാഡീവ്യവസ്ഥ, അതായത് നമ്മുടെ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുന്നുണ്ട്. ഇനി റിഫ്ലക്സിൻ്റെ ആ ഒരു പാത്ത് വേയിൽ ഒരു അഫറൻ്റ് ന്യൂറോൺ പിന്നെ അതുപോലെ തന്നെ ഒരു എഫറൻ്റ് ന്യൂറോൺ എന്നിവയുടെ ഒരു ശ്രേണി തന്നെ, ഒരു സീരീസ് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അഫറൻ്റ് ന്യൂറോൺ നിന്ന് സന്ദേശങ്ങൾ മെസ്സേജുകൾ സ്വീകരിക്കുകയും ആ ഒരു മെസ്സേജസ്, ആ ഒരു ഇമ്പൾസിനെ എങ്ങനെ ഡോർസൽ നെർവ് റൂട്ട് വഴി സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ ഈ ഒരു സുഷുമ്ന, എന്താണ് സുഷുമ്ന? സ്പൈനൽ കോഡ് വരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എഫറൻ്റ് ന്യൂറോൺ ഈ ഒരു മെസ്സേജസിനെ സെൻട്രൽ നാഡി വ്യവസ്ഥയിൽ നിന്നും, അതായത് കേന്ദ്ര നാഡി വ്യവസ്ഥയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? ഒരു പ്രേരക, അതായത് ഒരു റിസപ്റ്റർ വഴി അവയവത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ഉദ്ദീപനവും പ്രതികരണവും ചേർന്നിട്ട് ഒരു റിഫ്ലക്സ് ആർക്ക് രൂപപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു റിഫ്ലക്സ് ആർക്ക് രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? ഇമ്പൾസ്, ഒരു മെസ്സേജ് വരും, ഇമ്പൾസ് വരും, അത് ആ ഒരു എത്തേണ്ട സ്ഥലത്ത് ഓർഗനിൽ എത്തുന്നു, പിന്നെ അവിടെ ഒരു റിഫ്ലക്സ് ആർക്ക് അവിടെ രൂപപ്പെടുന്നു. ദ എഫറൻ്റ് ന്യൂറോൺ receive signal from a sensory organ and transmit the impulse via dorsal nerve route into central nervous system. The efferent neuron then carries signals from central neuron system to the effector. Okay, അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവുന്നത്. അതായത് ഒന്നും കൂടെ പറയാം, അഫറൻ്റ് ന്യൂറോൺ എന്ത് ചെയ്യുന്നു? അത് ഒരു സെൻസറി ഓർഗാനിൽ നിന്നും, അതായത് സംവേദഗ്രാഹികളിൽ നിന്നും സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇനി ഈ ഒരു ഇമ്പൾസിനെ ഒരു ഡോർസൽ നെർവ് റൂട്ട് വഴി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിക്കുന്നു. ദെൻ എഫറൻ്റ് ന്യൂറോൺ വഴി ഈ ഒരു സിഗ്നൽസ് എങ്ങോട്ട് ക്യാരി ചെയ്യുന്നു? ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ആ എഫക്റ്റ് ഓർഗാനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രേരക അവയവത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഈ ഒരു ഉദ്ദീപനവും പ്രതികരണവും ചേർന്ന് അവിടെ റിഫ്ലക്സ് ആർക്ക് രൂപപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ റിഫ്ലക്സ് ആർക്ക് രൂപപ്പെടുന്നതിൻ്റെ പാത്വേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.